ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രോഷറ്റും നിറ്റിംഗ് ഒന്നും ചെയ്യാതെ വൂളൻ ത്രെഡ് വെച്ചിട്ടുള്ളൊരു ടേബിൾ മാറ്റിൻ്റെ ഡിസൈനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പ്ലൈവുഡിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഷീറ്റ് തന്നെ വേണമെന്നില്ല, പഴയ ഒരു ടേബിള് അതല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡൊക്കെ ആയാലും മതി. ഇതിൽ ഞാൻ നമ്മൾ ചെയ്യാൻ പോകുന്ന ടേബിൾ മാറ്റിൻ്റെ സൈസിനനുസരിച്ചൊരു ബോക്സ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 4 സൈഡിലും ആണിയും തറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഓപ്പോസിറ്റ് സൈഡ് തറയ്ക്കുന്ന ആണികളുടെ എണ്ണം എപ്പോഴും സെയിം ആയിരിക്കണം. ഇതിലിതാ ഈ ഓരോ ആണിയുടെ ഇടയിൽ വരുന്ന ഗ്യാപ്പ് എന്ന് വെച്ചാൽ 1.5 ഇഞ്ചാണ്, അര ഇഞ്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഈ 4 കോർണറിലും വരുന്ന ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇത് 1.5 ഇഞ്ചാണ് ഞാൻ ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുത്തിട്ടാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഈ ആണിയിൽ ഇതുപോലെ കോർത്ത് വെച്ചിട്ട് ഇനി ഇങ്ങനെ ഓരോ ആണിയിലായിട്ട് നമുക്കിത് ചുറ്റി കൊടുക്കാം. ഒരുപാട് ടൈറ്റ് ആക്കിയിട്ട് ചുറ്റരുത്. അപ്പോൾ നൂലിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് എത്ര ചുറ്റുകൾ വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 8 തവണയാണ് ചുറ്റി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ 20 ആണിയാണ് തറച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ 5 പാർട്ടാക്കിയിട്ട് മാറ്റി കൊടുക്കുകയാണ്. അതിൽ ആദ്യത്തെ 4 ആണിയിൽ ബ്ലാക്ക് കളറും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ വരുന്നതിൽ ആ ഒരു സാൻഡൽ കളറും കൂടെയാണ് ചുറ്റി കൊടുക്കുന്നത്. അങ്ങനെ നമുക്കിതിനെ 5 പാർട്ടാക്കിയിട്ട് മാറ്റി കൊടുക്കാം. ഇത് ഞാനിങ്ങനെ 4 ആണിയിൽ ബ്ലാക്ക് കളർ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത 4 ആണിയിൽ നമുക്ക് ആ ഒരു സാൻഡൽ കളറാണ് ചുറ്റേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗം 4 എണ്ണം വിട്ടിട്ട് ഈ നൂല് പിന്നെ ഇതുപോലെ എടുത്തിട്ട് അടുത്ത 4-ൽ നമുക്കിതുപോലെ ബ്ലാക്ക് ചുറ്റി കൊടുക്കാം 8 തവണ. ഇതിപ്പോൾ ഓരോ തവണ ആണി മാറി വരുമ്പോഴും നൂല് കട്ട് ചെയ്യൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ആണിയിലേക്ക് കണ്ടിന്യൂ ചെയ്ത് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് എൻഡ് ചെയ്യുമ്പോൾ വീണ്ടും ആ ഒരു നൂലിൽ ഒരു നോട്ട് ഇട്ടിട്ട് ആണിയിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കാം. ഇപ്പോൾ ബ്ലാക്ക് നൂല് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയിലായിട്ട് വരുന്ന ഗ്യാപ്പിൽ ഇതുപോലെ ഈ സാൻഡൽ കളർ നൂലും ചുറ്റി കൊടുക്കാം. ഇതും 8 തവണയാട്ടോ ചുറ്റുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിലേക്കുള്ള നൂലുകളെല്ലാം ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള ഭാഗത്താണ് ചുറ്റേണ്ടത്. ഇതിപ്പോൾ ഒരു 19 ആണിയാണുള്ളത്. അപ്പോൾ ഇതിന് ഞാനൊരു 3 പാർട്ടാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു 6 അപ്പോൾ 12, ബാക്കി ഒരു 7 ഭാഗം. 2 സൈഡ് 6 പാർട്ടും നടുക്കൊരു 7 പാർട്ടുമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലുള്ളതിൽ നേരത്തെ ചുറ്റി കൊടുത്ത പോലെ തന്നെ 8 തവണയായിട്ട് ഈ ഒരു ബ്ലാക്ക് നൂല് ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ആണിയിലും നൂല് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നിൻ്റെ ഇടയിൽ കൂടി കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ആണിയുടെ ഇടയിൽ നൂല് വരുന്നില്ല, പക്ഷേ ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ കണ്ടില്ലേ ഇടയിലായിട്ട് നൂല് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കോർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗമാണ് എടുക്കുക. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മറ്റേ ഭാഗം അവിടെ നിന്ന് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഡ്രസ്സിനൊക്കെ വെക്കുന്ന ഒരു പിന്ന് നമ്മളിതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡ് ഇതുപോലെ ഊരിയെടുത്തിട്ട് ഒരു സേഫ്റ്റി പിന്ന് കോർത്ത് കൊടുത്താൽ മതി. അതായത് നമുക്ക് മറ്റതിൻ്റെ ഇടയിൽ കൂടി കോർത്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കുറച്ച് വലിയ സേഫ്റ്റി പിന്നായാൽ അതായിരിക്കും നന്നാവുക. ഇങ്ങനെ ഓരോന്നിൻ്റെ ഇടയിൽ കൂടി കണ്ടോ. ഇപ്പോൾ ആദ്യത്തിൻ്റെ താഴത്തുകൂടി ഇതുപോലെ എടുത്തിട്ട് രണ്ടാമത്തതിൻ്റെ മേൽഭാഗത്തു കൂടി അങ്ങനെ ഓരോന്ന് ഇടവിട്ട് കോർത്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഈ ഒരു ബോർഡിൽ ചുറ്റിയിട്ടുള്ള എല്ലാ നൂലും ചെയ്ത് കൊടുക്കണം.
ഈ ഒരു രീതിയിൽ നമ്മൾ നൂലുകൾ പരസ്പരം മിക്സ് ആവാണ്ട് ആണിയിലൊന്നും പൊരുക്കാതെ വേണം കോർത്തെടുക്കാനായിട്ട്. ഇതുപോലെ മുഴുവനായിട്ട് ഞാൻ നെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആണിയിൽ നിന്നൊന്ന് എടുക്കണ്ടേ. അപ്പോൾ അതിന് മുമ്പ് ഈ 4 ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ ഈ നെയ്ത് വെച്ചത് അവിടുന്ന് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിനിപ്പോൾ നമ്മൾ ഇതിലെടുത്തിട്ടുള്ള ഏത് കളർ നൂല് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. ഒരു സാധാരണ ഒരു സൂചി വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അതിന് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങാം. ഈ 2 ആണികളിലും ചുറ്റിയിരിക്കുന്ന നൂലിൻ്റെ ഇടയിൽ വെച്ചിട്ട് വേണം നമുക്കിത് അതുപോലെ ഒന്ന് ഈ നൂല് ചുറ്റിയെടുത്തിട്ട് ക്രോസായിട്ട് തുന്നി കൊടുക്കുക. അതായത് ഓരോ നോട്ടിട്ട് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ വലിച്ച് കെട്ടി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അഴിഞ്ഞു പോരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്രോസ് ആയിട്ടാണ് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 4 ഭാഗത്തും തുന്നി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഈ ഓരോ ആണിയിൽ നിന്നും ഊരിയെടുക്കാം. വേണമെങ്കിൽ ഇങ്ങനെ നേരെ ഊരിയെടുക്കാം, അതല്ല നമുക്ക് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ആ ഒരു ഷീറ്റിൽ നിന്ന് ഞാനത് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ടേബിൾ മാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ടേബിൾ മാറ്റ് മാത്രമല്ല, നമുക്ക് ഡോർ മാറ്റായിട്ടും അതുപോലെ തന്നെ ചെയറിലൊക്കെ കുഷ്യന് പോലെ ആക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക.